നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉലുവയില കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഉലുവച്ചീര തോരൻ വെക്കുന്നതിന് ഞാൻ ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അതിൻ്റെ ഇല മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കുക. കട്ടിയുള്ള തണ്ടുകൾ എടുക്കരുത്. കാര്യം നമ്മുടെ തോരൻ കയ്പ്പ് രുചി ഉണ്ടാവും. അതുകൊണ്ട് കട്ടിയുള്ള തണ്ടുകൾ എടുക്കരുത്. തളിര് തണ്ട് മാത്രമേ എടുക്കാവുള്ളൂ. ചീരയുടെ ഇല സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. ഇനി നമുക്ക് ആദ്യമേ തന്നെ ചീരത്തോരൻ വെക്കാനായിട്ട് ഒരു അരപ്പ് വേണം. അരപ്പിനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 4 കൊച്ചുള്ളി, ഒരു പച്ചമുളക്, ഒരു 2 to 3 വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയും സാധനം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ച് എടുക്കാം. നന്നായിട്ട് അരയാനായിട്ട് പാടില്ല. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ചീരത്തോരൻ വെക്കുന്നതിന് ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചീര നമ്മൾ കാണുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും ഈ ഒരു ആവിയൊന്ന് അടിച്ചു കഴിയുമ്പോൾ ഇത് നേരെ പകുതിയായിട്ട് അങ്ങ് മാറും. ഇനി ചീര ഇതിനകത്തിട്ട് 1 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ഉലുവ ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.